നോക്കട്ടെ മീൻ. അച്ഛൻ പോയി. മീൻ പിടിക്കണം. മീമി ചാമ്പി മീമി മേടിച്ച മണ്ണ ആവൂലിണ്ട്, പിന്നെ ഇറച്ചി വേണ്ട കേട്ടോ. ആവൂലിയും മീൻകറിയും ഫ്രൈയും ഉണ്ടാക്കണം, പിന്നെ ചിക്കനും ഉണ്ട്. ഓക്കെ, ക്ലീൻ ചെയ്യട്ടെ ഫസ്റ്റ്. അപ്പം ഞാനുണ്ടല്ലോ ചിക്കൻ മസാല പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു മുട്ടയും കോൺഫ്ലവറും ഇടണം കേട്ടോ. പിന്നെ മീൻ കഴുകി വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാൻ ആവോലിയാണ്. പിന്നെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറി വെക്കാൻ പോവാണ്. ജാനുകുട്ടി ഇങ്ങനെ വന്ന് എടുക്കാൻ പറയും, പനിയില്ല അല്ലേ? അത് കാരണം സമയം ഒരുപാട് ലേറ്റായി. വരുന്നു ഇവിടെ ഇരിക്കും. നമുക്ക് മീൻ കറി വെക്കാം. മുളക് പൊടി രണ്ടാം പാല് പിഴിഞ്ഞതാണ് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചൂടാക്കി ഇട്ടതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരക്കാം. നമുക്ക് ചട്ടിയിലേക്ക് ഞാൻ ചെറിയ ഇഞ്ചി ചതച്ചത്, 2 വെളുത്തുള്ളി, കുറച്ച് 2-3 ചെറിയ എരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സൂം ചെയ്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാലാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു. ഞങ്ങളുടെ കോക്കൂര് മീൻകറിക്ക് നല്ല എരി വേണം. ആ ഒരു അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താവുന്നത് എരിഞ്ഞ് ചാവുള്ളൂ. ഒരു തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടെടുക്കുന്നുണ്ട്. ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഞാന് ഇതാ കൊടമ്പുളിയില്ലേ അതിട്ടെടുക്കണ്ട കേട്ടോ. ഇതാ അമ്മാമ്മ വന്നു ഗായ്സ്. അമ്മാമ്മ വന്നു ഗായ്സ്. പളപ്പളാന്ന് തിളയ്ക്കുന്നുണ്ട്. മീനിടാറായില്ലേ? വേപ്പിലിട്ടെടുക്കാം. ഇത് എൻ്റെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ തലേദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം പിറന്നാളിൻ്റെ ഒരുക്കങ്ങളും തലേദിവസം എല്ലാവരും രാത്രി എത്തുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. ആവോലിക്കറി നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഞാൻ അങ്ങോട്ട് വറുത്തിട്ട് സെറ്റാക്കി കേട്ടോ. എരിവും പുളി എല്ലാതും പാകമായിരുന്നു. മീൻകറി റെഡി. അച്ചാച്ചൻ്റെ 80ാമത്തെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് കാരണം ഒരുവിധം അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും വീട്ടുകാരെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചൻ ഇതുപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് ലെവലാക്കിയിരുന്നു. നാളെ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നതല്ലേ. അങ്ങനെ അച്ചാച്ചനും ഞങ്ങളതിന് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അച്ചാച്ചൻ. അങ്ങനെ
ഈ ഭക്ഷണം കഴിക്കാനുള്ള മേശയും കസാരയൊക്കെ കൊണ്ടുവന്നു ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഇറക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ 80 ആൾക്കുള്ള ഫുഡ് നമ്മൾ മുകളിലാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അച്ഛൻ നാളെ പായസം ഉണ്ടാക്കണം, പരിപ്പ് പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ പൊളിച്ച് തരികയാണ്. അങ്ങനെ അച്ഛൻ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പുറത്ത് ചിക്കൻ കറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ കറി റെഡി ആയല്ലോ, അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഇഞ്ചി സംഭവങ്ങളൊക്കെ ഇട്ട് വഴറ്റി അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ എല്ലാവരും എത്തിയിട്ടോ, അച്ഛനും പിന്നെ വല്യച്ഛനും വല്യമ്മയും പിന്നെ രണ്ടാമത്തെ വല്യച്ഛനും വല്യമ്മയും കസിന് ഒരാളുണ്ട്. അപ്പോൾ എല്ലാവരും എത്തി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മുകളിൽ ഇതുപോലെ കസാരയും മേശയും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ് അവിടെ. ഞങ്ങളിവിടെ ഒളിച്ച് നിൽക്കാണ് അല്ലേ ജമ്പി? നമ്മളിവിടെ എന്ത് ചെയ്യാ? ഒളിച്ചിക്കല്ലേ? ഞങ്ങളിവിടെ ഒളിച്ചിക്കട്ടെ ഗൈസ്. എന്തുണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് പരിപാടികളൊക്കെ അമ്മമാർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി. പിന്നെ ഞാൻ ഒരു സൈഡിൽ അങ്ങനെ കിടപ്പായി. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഡെക്കറേഷൻ ചെറുതായിട്ട് ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി. അതിനിടയിൽ മൂത്ത വെല്ലിച്ചൻ ഒരു സ്പെഷ്യൽ ഡ്രിങ്കൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നു കേട്ടോ. എല്ലാവരും പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചതല്ലേ. അപ്പോൾ പിള്ളേർക്ക് സ്പൈസി അല്ലാത്തത് ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആൻഡ് ഹോട്ടായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇതാ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവോലിക്കറി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ആവോലി ഫ്രൈ ചെയ്തത്. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സമയമായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് സദ്യയുടെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി, ചോറ് അങ്ങനെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നാളത്തേക്ക് വേണ്ട ഫുഡിൻ്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ടാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പച്ചക്കറി ഉണ്ട്, പായസം, ചോറ്. പിന്നെ നമ്മൾ ഫുഡ് മാജിക്കിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതാ പിറ്റത്തെ ദിവസമായി. അച്ചാച്ചൻ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കാണിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അച്ചാച്ചൻ്റെ മണിയടി കേട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പിള്ളേരെല്ലൊക്കെ കൂടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ, 80th ബർത്ത്ഡേ ആയിരുന്നു അച്ചാച്ചൻ്റെ. അപ്പോൾ അത് ഞങ്ങളങ്ങോട്ട് അടിച്ച് പൊളിക്കാമെന്ന് വേണ്ടി വിചാരിച്ചു. അപ്പം ഞാൻ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും മുണ്ടും ഷർട്ടും, അമ്മാമ്മയ്ക്കൊരു സെറ്റ് മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. AR ഹാൻഡ്ലൂംസ് കൂത്താമ്പള്ളിയിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കണ്ട. അപ്പം അച്ചാച്ചൻ സൈഡിൽ എന്തോ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റൂമിൻ്റെ. അമ്മാമ്മയാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മാമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മാമ്മയും അച്ചാച്ചനും എപ്പോഴും പറയുന്ന ഡയലോഗ്, എന്തിനാ മോളെ കുറേ ഇതൊക്കെ വാങ്ങിച്ച് തരുന്നത്, ഇഷ്ടം പോലെയല്ലേ ഇവിടെ ഇരിക്കണേന്ന്. അപ്പോൾ അങ്ങനത്തെ എപ്പിക് ഡയലോഗ് എന്നും കേൾക്കണം. ആ ഡയലോഗൊക്കെ കേട്ട് അച്ചാച്ചനും ഇതാ വാങ്ങിച്ചു. ഞങ്ങൾക്കൊരു സന്തോഷം, അച്ചാച്ചനും ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ജയ ബേക്കറിയിൽ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കേക്ക് മേടിക്കാൻ പോവുകയാണ് ഞാനും ജാനിക്കുട്ടിയും കൂടിയിട്ട്. അപ്പോൾ വേഗം കുളിച്ച് ഡ്രസ്സിട്ട് എനിക്ക് ഒന്നും ചെയ്തില്ല, വേഗം തന്നെ കുളിച്ച് കേക്ക് മേടിക്കാൻ പോയി. അങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ട് അച്ഛന് ഒരുപാട് ഗിഫ്റ്റൊക്കെ ഓരോരുത്തർ വന്ന് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടി ഒരു സെൽഫി എടുത്തു. അങ്ങനെ കേക്ക് ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പോരാത്തത് 2 കേക്ക് ഗിഫ്റ്റായിട്ട് വേറെ നമുക്ക് കിട്ടി. അപ്പോൾ മാളു എൻ്റെ കസിനാണ്, അവളാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നത്.
അച്ഛ ഊത് ഊത് ഹാപ്പി പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോള് ഇതാ പൊന്നാട അണിയിച്ചു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ ഫാമിലി. എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മമ്മ, അമ്മയ്ക്ക് 2 ചേച്ചിമാർ, പിന്നെ അച്ഛൻ, വലിയച്ഛന്മാർ, അങ്ങനെ എല്ലാവരും ഉള്ള ഒരു ചെറിയ ഫാമിലി. കസിൻസൊക്കെ പുറത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് താഴത്താണ് കൊടുത്തിരുന്നത്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്കും താഴെ കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാവർക്കും മുകളിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ ഫുഡ് മാജിക്, കുന്നംകുളം ഫുഡ് മാജിക് എന്നാണ് ഫുഡ് വാങ്ങിച്ചത്. ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അതാ അമ്മമാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇപ്പം ഞാനെന്താ കാട്ടിയിരിക്കണമെന്ന് അറിയാം. ഞാനാണെങ്കിൽ എന്താ പറയുക, പായസം മാത്രം കുടിക്കുക, ഫുഡൊന്നും കഴിക്കണില്ല, തടി കൂടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാണ് എന്നെ ഫുഡ് കഴിക്കുന്നത് കാണാതിരുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാവരുടെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നടക്കുക. അങ്ങനെ പിറന്നാളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ പ്രത്യക്ഷേട്ടനും ഇവിടുന്ന് വന്നില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു, അത് കാരണം അവർ വരാതിരുന്നത്. പിന്നെ എന്താ, അതിപ്പോൾ പിറ്റത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും പോവാണ്. അങ്ങനെ 2 ദിവസം നമ്മുടെ മുത്തശ്ശേരിയും കൂടി അടിച്ചു പൊളിച്ചല്ലേ. അപ്പോൾ അതാ ലച്ചും പൊന്നും ജാനിക്കുട്ടിയൊക്കെ മുത്തശ്ശിയോടും മുത്തശ്ശനോടൊക്കെ യാത്ര പറയാനുണ്ട്. അപ്പോൾ അവർക്ക് വിഷമമുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് പോണാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സ്കൂളുണ്ടല്ലോ, ഇപ്പോൾ പോയല്ലേ പറ്റൂ. പിന്നെ അവിടെ നിന്ന് സ്കൂൾ ബസ് ഉണ്ട് കേട്ടോ, ഗുരുവായൂരിൽ നിന്ന് സ്കൂൾ ബസ് ഉണ്ട്. പിന്നെ അമ്മാമ്മയ്ക്ക് ഇപ്പം അടുത്ത് വയ്യാതെയായി. അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ്. എന്നാലും പേരക്കുട്ടികളിൽ ഏറ്റവും ഭാഗ്യം ചെന്നത് ഞാൻ തന്നെ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ വന്ന് നിന്നിട്ടുണ്ട് അമ്മാമ്മയുടെയും അച്ചാച്ചൻ്റെയും അടുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.